ഹലോ പൊരിടാക്കള്, ഒരാളിവിടെ പനധർമ്മിഷ്ഠനായിട്ട് പനയുടെ ചൂട്ടിലിരിക്കുന്നത് കണ്ടു. നമുക്ക് ആളോട് ചോദിക്കാം. പോണ്ടേ? പോവാം. ഗ്രീൻ ചില്ലിയിൽ നല്ല പുട്ടും മുട്ടയും കിട്ടും. തകർത്താലാ ഗ്രീൻ ചില്ലിലാ താനല്ലടോ ഡയറ്റ്. ഇന്നൊരു ദിവസത്തേക്ക് ഡേറ്റ് വേണ്ട. ഓക്കെ. പുട്ടിന് നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് പുട്ട് നേരത്തെ കഴിഞ്ഞു. നമ്മുടെ പൊറോട്ട ചേട്ടൻ പൊറോട്ടടി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ബിയിലേക്ക് മാറി. സുധീഷൻ പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞു. ഞാനാണെങ്കിലോ ബിരിയാണിയും പറഞ്ഞു. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. ഒക്കെ പറഞ്ഞു സെറ്റ് വാറ്റ് എല്ലാവരും ഇരിക്കൂ. അണ്ണന ഗ്യാപ്പിൽ മീറിൻ്റെ കയറി എടുത്തു. അണ്ണൻ്റെ നിപ്പ് നോക്ക്. അങ്ങനെ ഞങ്ങൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ബിരിയാണി ഇതാ നല്ല ചൂടോട് കൂടി ചേട്ടനാണ് ഓരോ പീസ് ചിക്കൻ അങ്ങോട്ട് വാരിയിട്ടിട്ട് അങ്ങോട്ട് ആ സ്റ്റൈലിൽ അങ്ങോട്ട് വരട്ടി പുരട്ടി അങ്ങോട്ട് എടുത്തു. പ്ലേറ്റ് നിറച്ച് അങ്ങോട്ട് എടുത്തു. അതാണ് ആ ചേട്ടനും സന്തോഷം, നമുക്കും സന്തോഷം. നമ്മുടെ ചേട്ടൻ ഫുഡ് തരാൻ റെഡി ആയിട്ട് നിൽക്കുക. ദൈവം വരുന്നുണ്ടല്ലേ, എന്താ സ്നേഹം. എൻ്റെ ഇടയിൽ ചട്നി കണ്ടപ്പോൾ ഒരു ഇളക്ക് കൊടുത്തു. ദേ ചേട്ടൻ പൊറോട്ടയും മുട്ടക്കറി കൊണ്ടുവരുന്നത്. സുധീഷണ്ണ ഹാപ്പിയായി. സുധീഷണ്ണ അത് കിട്ടിയപ്പോൾ എങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങണം എന്നൊരു എടുത്തും ഇല്ല. ഞാനാണെങ്കിൽ ആ ബിരിയാണി ഒക്കെ എടുത്തിട്ടു. എന്തൊരു നല്ല ചൂടോട് കൂടി ബിരിയാണിയോ. ആ ചിക്കനൊക്കെ കണ്ടായി എന്തൊരു സോഫ്റ്റാണ്. ആഹാ, ഞാൻ നല്ല പിടിയാണ് പിടിച്ചു. അതിനിടയിൽ അണ്ണൻ എന്ന് കാണിക്കായിരുന്നു. എന്നെ പിടിക്കുന്നു. ഞാൻ വിചാരിച്ച മുട്ട വിഴുങ്ങാണ്. ഭാഗ്യത്തിന് കടിച്ചുള്ള അണ്ണൻ. അങ്ങനെ ഈ അച്ചാറുണ്ടല്ലോ, നല്ല അടിപൊളി ക്യാരറ്റും വേറെ എന്തോ ഒരു ഇതൊക്കെ ഇട്ടിട്ടുള്ള ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ള ഒരു അച്ചാറാണ്. അടിപൊളിയായിരുന്നു. ഞാനാണെങ്കിൽ അവസാനത്തെ ബിരിയാണിയും പിടിപിടിച്ചു. ലാസ്റ്റ് ആൻഡ് ഫിനിഷ് ചെയ്ത് അണ്ണനൊരു ഇരിപ്പ് ഞാനൊരു ഇരിപ്പ്. എന്താ ചെയ്യാൻ. അങ്ങനെ ബില്ലടിക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ രഞ്ജിത്തേട്ടൻ, നമ്മുടെ കമ്പനിയിലെ ഡ്രൈവറായിട്ടാണ്. ആളെയും കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ബില്ലും പേ ചെയ്ത് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഇന്നത്തെ ഊണും ഉഷാർ. അപ്പം ഞാൻ പറയാൻ വന്നത് ഗ്രീൻ ചില്ലി വരുന്നത് നമ്മുടെ ആൽമനാർ സിഗ്നലിൻ്റെ അവിടെ തൊട്ടടുത്ത് തന്നെ.